നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലെ വൈത്തിരി പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. പ്രസിഡന്റ് വിജേഷ് എം ഉണ്ട്. നമസ്കാരം ശ്രീ വിജേഷ്. ഒരു എസ്റ്റേറ്റ് മേഖലയാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിരവധി മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ 4 വർഷക്കാലം ഭരണസമിതി അധികാരത്തിലേറിയതിനു ശേഷം സർവ്വമേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അടിസ്ഥാന മേഖലയിലാണെങ്കിലും റോഡുകളുടെയും പുതിയ വലിയ പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന് ഉദ്ഘാടന പ്രവൃത്തി അടക്കം കഴിഞ്ഞ അവസരത്തിലാണ്. അതോടൊപ്പം വലിയ സ്കൂളുകളുടെ നവീകരണങ്ങൾ, അംഗൻവാടികളുടെ നവീകരണങ്ങൾ, ആരോഗ്യ മേഖലയിലെ വലിയ രൂപത്തിലേക്കുള്ള ഇടപെടൽ, ജനങ്ങളുടെ സ്വപ്നം എന്നുള്ള നിലയിൽ അവരുടെ വീടുകളുടെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടൽ, ഇപ്പോ ഏറ്റവും ഏറെ ആളുകൾക്കും വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ് മാറിയിട്ടുള്ളത്. അതേപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിലാണെങ്കിൽ ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് പഞ്ചായത്തിന്റെ ഈ പദ്ധതി ഗവൺമെന്റ് പദ്ധതികളുമായി ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജനകീയമായി തന്നെ കുറേയേറെ പ്രവർത്തികളും കൂടി നടത്തിയിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത്. പ്രത്യേകിച്ച് വയനാട് എന്നത് വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ള പഞ്ചായത്ത് എന്ന നിലയിലേക്കാണ്. ആ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനു വേണ്ടി ജനങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ടുള്ള ജനകീയ ഫെൻസിംഗ് സംവിധാനം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പഞ്ചായത്താണ്. വലിയ രൂപത്തിലേക്ക് വൈത്തിരി മോഡൽ എന്നാണ് പിന്നീട് കേരളം അറിയപ്പെട്ടത്, ജനകീയമായി ചെയ്തുകൊണ്ട് തന്നെ. ഇപ്പോ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും പണത്തിനപ്പുറത്തേക്കായി വികസന പ്രവർത്തനങ്ങൾ മറ്റു ജനങ്ങളും കൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ജനകീയ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ പദ്ധതികൾക്ക് ഉൾപ്പെടെ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ടൂറിസം പഞ്ചായത്താണ്. ഇപ്പൊ വയനാടിന്റെ കവാടം എന്നുള്ള നിലയിലേക്കാണ് വൈത്തിരി പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും നമുക്കറിയുന്ന പോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ടൂറിസം കേന്ദ്രമായിട്ടുള്ള പൂക്കോട് തടാകം രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ്. ബോട്ടിംഗ് ഉൾപ്പെടെ ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരിടം എന്നുള്ള നിലയിലേക്ക് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് പൂക്കോട് തടാകം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതിയുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ള എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം, നമ്മുടെ ട്രൈബൽ മേഖലയിലുള്ള അവരുടെ ഗോത്രാന്തരീക്ഷം ഉൾപ്പെടെയുള്ള പകുത്തി കാണിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നല്ല ഒരു കാലാവസ്ഥയും ഒക്കെ ആയിട്ടുള്ള എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം, അത് ഇപ്പൊ നമ്മുടെ ഭരണകാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പൈതൃക ഗ്രാമം ഉൾപ്പെടെ ആസ്വദിക്കാനും അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ചിട്ടൊക്കെ അറിയാനും ഒക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പ്രൈവറ്റ് മേഖലയിൽ തന്നെ അഡ്വഞ്ചർ പാർക്കുകൾ ഉൾപ്പെടെ ആയിട്ടുള്ള വലിയൊരു ടൂറിസം കേന്ദ്രമായിക്കൊണ്ടുള്ള ഒരു പ്രദേശമാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോൾ റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ ഉൾപ്പെടെ ആയിട്ടുള്ള ഒരു ടൂറിസം പഞ്ചായത്തായി ഇന്ന് നിലകൊള്ളുന്ന കാർഷിക മേഖലക്കപ്പുറമായി ടൂറിസം മേഖലയായി മാറിയിട്ടുള്ള പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ടൂറിസം സാധ്യത ഏറെയുള്ള ഒരു പഞ്ചായത്താണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ഒരു പ്രദേശമാണോ? എങ്ങനെയാണ് ഈ കുടിവെള്ളം ക്ഷാമം പരിഹരിക്കാനുള്ള പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കാലങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഓരോ ചെറിയ ഏരിയകളിലേക്കുള്ള കുടിവെള്ള പദ്ധതികളാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് പ്രകൃതി കനിഞ്ഞു നൽകിയിട്ടുള്ള മലമുകളിൽ നിന്ന് വരുന്നിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നീരുറവ എന്നുള്ള നിലയിലേക്കുള്ള പദ്ധതി ഇവിടെ നടപ്പിലാവുന്നു. വാട്ടർ അതോറിറ്റി മുഖാന്തരമുള്ള കുടിവെള്ളം ലഭിക്കുന്ന നില സംബന്ധിച്ചിട്ടുണ്ട്. മറ്റു ചെറിയ ചെറിയ പദ്ധതികളാണ് സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷെ കുടിവെള്ളം ഒരു പരിധിവരെ ഇവിടെ വലിയ പ്രയാസമില്ലാതെ വൈത്തിരിയെ സംബന്ധിച്ചേക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വലിയ വരൾച്ച വരുന്ന സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ വെള്ളം അവിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടെ അത് വാഹനത്തിൽ കൊണ്ടേ എത്തിച്ച് വീടുകളിലേക്ക് ലഭിക്കുന്ന രൂപത്തിലേക്കുള്ള പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും മികച്ച രൂപത്തിൽ ജലജീവൻ മിഷന്റെ പ്രവർത്തികളാണ് കൊണ്ടുവരുന്നത്. കാരാപ്പുഴ ഡാമിൽ നിന്നും വെള്ളം ഈ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന, ഫിൽട്ടർ ചെയ്ത് എത്തിക്കുന്ന ഒരു ഗവൺമെന്റ് പദ്ധതിയുള്ള ജലജീവൻ മിഷന്റെ പദ്ധതി അതിവേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്ഥലം, ടാങ്കിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു, ചേലോട് എസ്റ്റേറ്റിൽ ഏറ്റെടുത്തു. അതിന്റെ ടാങ്കിന്റെ പണി ഉൾപ്പെടെ ഏകദേശം പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. അതുപോലെ തന്നെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ എടുത്തു പറയേണ്ടത് ഭവന നിർമ്മാണം, പാർപ്പിട പദ്ധതിയാണ്. പാർപ്പിട പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്?
ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഊന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ സ്വപ്നം എന്നുള്ളത് ഒരു ഭവനമാണ്. ആ ഭവനത്തിന് വേണ്ടിയിട്ടുള്ള 2018 പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടായി. അതോടൊപ്പം ലൈഫിന്റെ ലിസ്റ്റ് ഉണ്ടായി. ആ ലൈഫിലെ ഭൂരിപക്ഷം ആളുകൾക്കും വീട് കൊടുക്കുന്നുള്ള ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറി. പിന്നെ ഞങ്ങൾ അധികാരത്തിൽ വരികയാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ലൈഫിന്റെ 2020 ലിസ്റ്റാണ് നിലവിലുണ്ടായിട്ടുള്ളത്. അതിൽ 116ഓളം വരുന്ന SC കുടുംബങ്ങൾ, 18 ബാക്കി വന്നിട്ടുള്ള 18 വരുന്ന ST കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ 311ഓളം വരുന്ന ഈ ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾക്കാണ് വീട് നൽകേണ്ടിയിരുന്നത്. അതിൽ 116 SC കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ 16ഓളം വരുന്ന ST കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ 210 ജനറൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ഇന്ന് എഗ്രിമെന്റ് വെച്ച് വീട് പണി പൂർത്തിയാവുന്നു. ഓരോ ഘട്ടത്തിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു 2020 ലൈഫ് ലിസ്റ്റിലെ ഇത്രമാത്രം വീടുകൾ കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിച്ചിട്ടുള്ള ലിസ്റ്റിൽ വന്നിട്ടുള്ള ഇനി 100 പേർക്കും കൂടി 101 പേർക്കും കൂടി വീടിൽ എഗ്രിമെന്റ് വെച്ച് വീട് കൊടുത്താൽ സമ്പൂർണ്ണ ഭവനമാകുന്ന ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്ത് മാറുമെന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ മറ്റു പല പദ്ധതികൾക്കും മാറ്റിവെക്കേണ്ട വന്നിട്ടുണ്ടെങ്കിലും ഇതിന് ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഭവന നിർമ്മാണ പദ്ധതിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ വയനാട് ജില്ലയാണ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസമൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ്. ആ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്താണല്ലേ? നമ്മുടെ ഭീകരമായ ദുരന്തം നടന്നിട്ടുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്താണ്, അതിർത്തി പങ്കിടുന്ന പഞ്ചായത്താണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത്. മേപ്പാടി പഞ്ചായത്തിലാണ്. നമ്മൾ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. വലിയ ഭീകരമായിരുന്നു. അവിടെയുള്ള ഞങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ആ സംഭവം നടന്നപ്പോൾ അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത് ഞങ്ങളുടെ സ്കൂളുകളിൽ ഉൾപ്പെടെയാണ്, വൈത്തിരിയിലുള്ള സ്കൂളുകൾ ഉൾപ്പെടെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അതോടൊപ്പം തന്നെ മാറ്റിപ്പാർപ്പിച്ചു. അവരെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഈ വാടകയ്ക്ക് വേണ്ടിയിട്ടുള്ള വാടക വീടുകളിലേക്ക് താമസ സൗകര്യം ഒരുക്കിയപ്പോൾ വൈത്തിരിയിൽ ഞങ്ങൾ കുറേയേറെ 19ഓളം വരുന്ന വീടുകൾ വൈത്തിരി പഞ്ചായത്തിൽ ഒരുക്കി കൊടുത്തു. അവർക്ക് ഇപ്പോൾ ഇവിടെ താമസിച്ചു വരുന്നുണ്ട്. ഏറ്റവും നന്നായി അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരു വല്ലാത്ത ദുരന്തമായി പോയി എന്നുള്ളതാണ്. ആ ദുരന്തത്തിൽ കൂടെ നിൽക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അത് ജനകീയമായി ഇടപെടാൻ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ മാറ്റിപ്പാർപ്പിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പിന്നാക്ക വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SC ST കുടുംബങ്ങൾ വയനാടാണെങ്കിലും ഏറ്റവും കുറവുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്കാണ്. ഇന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എല്ലാ ST കുടുംബങ്ങൾക്കും വീട് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചായത്ത് ഞങ്ങളായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചു SC പട്ടിക ജാതിക്കാർ, അവരുടെ 116 പേർക്കും വീട് എഗ്രിമെന്റ് വെച്ച് വീട് പണി നടക്കുന്നതും പൂർത്തിയായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ 2 കോളനികൾ, ആ 2 കോളനികൾ എന്നുള്ളത് ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക്, അത് SC കോളനികൾ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ സൂചിപ്പിക്കുന്ന ആദിവാസി ഉന്നതികൾ, ആ ഉന്നതികളിൽ ഇന്ന് ഈ ഏറിയ പങ്കുമുള്ള ആളുകളുടെയും വീടുകൾ സംബന്ധിച്ച് ബാക്കിയുള്ള ഒരു ഉന്നതികളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഏറ്റവും മികച്ച രൂപത്തിലേക്കുള്ള വീട്, വഴി സൗകര്യം, കുടിവെള്ളം, ഈ വിഷയത്തിലൊക്കെ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ആ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള മേശ കസാര ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ വീടിനോട് ചേർന്നുകൊണ്ടുള്ള പഠനമുറികൾ ഏറെയും ഒക്കെയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരെ എല്ലാ നിലക്കും അവരെ വിദ്യാഭ്യാസ മേഖലയിലും അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഒക്കെ ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പു പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു ടൂറിസം മേഖലയാണ്. നിരവധി വിദേശികളും വിനോദസഞ്ചാരികളും ഒക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരു മാലിന്യ സംസ്കരണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ടൂറിസം ഏറ്റവും നിലയിലേക്ക് പോകുന്നു. പഴയ വൈത്തിരി എന്നുള്ളത് കാർഷിക മേഖലയായിരുന്നു. കാർഷിക മേഖലയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ന് ടൂറിസം മേഖലയായി. ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് ഈ വലിച്ചെറിയൽ മാലിന്യമാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് NH നടുകീറി പോകുന്ന പഞ്ചായത്തുണ്ട്. പഞ്ചായത്ത് NHന്റെ 2 വശത്തുമായിട്ടാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളെ സംബന്ധിച്ച്, വാർഡുകളെ സംബന്ധിച്ചിട്ടൊക്കെയുള്ളത്. ഈ സഞ്ചാരികൾ എത്തുന്നു, റോഡ് സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ
ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉൾപ്പെടെ അവിടെ ഇട്ടുപോകുന്നതിന്റെയാണ് വലിയ പ്രയാസം. പക്ഷെ എന്നിരുന്നാലും കുറേയേറെ ബോധവൽക്കരണത്തിലൂടെ അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വൈത്തിരിയെ സംബന്ധിച്ച് ക്ലീൻ ഡ്രൈവ് നടത്തി ഒരു സുന്ദര ഗ്രാമമാക്കി തന്നെ, നിങ്ങൾ ഇന്ന് കാണുന്ന ഗ്രാമമാക്കി തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഏറ്റവും നന്നായി മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായ ഹോം സ്റ്റേകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിസോർട്ടുകൾ, അതേപോലെ തന്നെയുള്ള ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള അഡ്വഞ്ചർ പാർക്കുകൾ ഒക്കെയായി ഇവിടെ സമ്പുഷ്ടാണ്. നേരത്തെ പറഞ്ഞ പൂക്കോട് തടാകവും മെന്നൂരും ഉൾപ്പെടെയായിട്ടുള്ളതും വൈത്തിരിയിലെ എവിടെ നിന്ന് നോക്കിയാലും പുതിയ ഒരു അനുഭവം ഉണ്ടാവുന്ന രൂപത്തിലേക്കുള്ള രീതി സംബന്ധിച്ചിട്ട് അത് ലക്കിടി ചുരത്തിലാണെങ്കിലും ചെങ്ങലമരത്തിന്റെ അടുത്തു നിന്നാണെങ്കിലും വൈത്തിരി എന്നുള്ളത് എവിടെ നിന്നാലും സഞ്ചാരികൾക്ക് ഏറ്റവും മനം കുളിരുന്ന രൂപത്തിലേക്കുള്ള കാലാവസ്ഥയും ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണ് എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ഞങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും. ഇനി ഏതൊക്കെ പദ്ധതികളാണ് പൂർത്തിയാക്കാനുള്ളത്? ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വൈത്തിരിയിൽ ഏറ്റവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാവേലിപ്പാലം ഞങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അത് വൈത്തിരിയിലെ ഞങ്ങൾ ഈ ഭരണസമിതി കാലത്ത് എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവർത്തനം. ഒരു ഭാഗം, ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെയുള്ളത് ഈ ഘട്ടത്തിൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു 10,000 കുടുംബങ്ങളെ ഒരു ഘട്ടത്തിൽ പോലും ഇനി ഒരു പ്രളയം ഉണ്ടായാൽ പോലും ഒറ്റപ്പെടാത്ത രൂപത്തിലേക്കുള്ള വലിയ പാലം നിർമ്മിച്ച് വാഹന യോഗ്യമാക്കിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതാണ് പഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ച് ഹൈലൈറ്റ് ആയി പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ചുണ്ടേൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് 5,60,00,000 ഭരണാനുമതി ഉൾപ്പെടെ ഞങ്ങൾ കിട്ടിയിട്ട് അതിന്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. അവിടെ ചുണ്ടേൽ പ്രദേശത്തിലുള്ള ഒരു ആയുർഭവൻ ഉൾപ്പെടെ ആയിട്ടുള്ള വലിയ കല്യാണ മണ്ഡപം ഉൾപ്പെടെയുള്ള പദ്ധതികളൊക്കെയും ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭാഗമായിട്ടുണ്ട്. ബസ് ബേ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒരു ചലഞ്ചിന്റെ ഭാഗമായി കൊണ്ട് തന്നെ 50 ലക്ഷം രൂപ പഞ്ചായത്തിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. വൈത്തിരി പുഴയെ ഒരു ടൂറിസം കേന്ദ്രമാക്കി എടുത്തുകൊണ്ട് ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനമാക്കി അതിനൊരു റിവർ ടൂറിസം എന്ന് പേരിട്ടുകൊണ്ടുള്ള പുതിയ പദ്ധതിക്ക് ഞങ്ങളിപ്പോൾ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലേക്കുള്ള ഗ്രൗണ്ട് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 70 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നിലവിലെ ഗ്രൗണ്ട് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ജിം ഉൾപ്പെടെയുണ്ട്. സ്ത്രീകൾക്കായി പ്രത്യേകമായിട്ടുള്ള ഫിറ്റ്നസ് സെന്ററുകൾ ഉൾപ്പെടെ പകൽ വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്നവർക്ക് നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനമായി ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ആ ഗ്രൗണ്ടിനെ ഒരു വലിയ സ്റ്റേഡിയം ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാർഷിക മേഖലയിൽ ഉൾപ്പെടെയുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വന്യമൃഗ ശല്യങ്ങൾക്കൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് പുതിയ മോഡൽ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുള്ള ഐഫാം പദ്ധതി ഉൾപ്പെടെ ഈ വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് പ്രതിരോധിച്ചുകൊണ്ടുള്ള കൃഷിരീതി ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലയിലേക്ക് ഞങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റു ആരോഗ്യ മേഖലയിൽ സബ്സംബന്ധോടുകൂടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഏറ്റവും നല്ല ഒരു കാര്യമായി തോന്നിയത് ആരോഗ്യ മേഖല ഞങ്ങളുടെ വൈത്തിരിയിലെ എല്ലാ സ്ത്രീകളെയും ക്യാൻസറിന്റെ സ്ക്രീനിങ് നടത്തി അതിൽ ആദ്യഘട്ടം എന്നുള്ള കണ്ടുപിടിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് കുറെ ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പദ്ധതികൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ ആയിട്ടുള്ളതൊക്കെയും വലിയ ഒരു മാതൃകാപരമായി ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യ രജിസ്റ്റർ വൈത്തിരിയുടെ ഈ വൈത്തിരിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ജന്തു അതേപോലെ തന്നെ സസ്യ ഒരു ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു പഠനം നടത്തി ജൈവ വൈവിധ്യ രജിസ്റ്റർ ഒരു 10 വർഷം മുന്നേ ഉണ്ടാക്കിയത് ഇന്നിന്റെ വൈത്തിരിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുതുക്കൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് വൈത്തിരിയെ സംബന്ധിച്ചിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഏത് കുട്ടിക്ക് ഒരു റെഫറൻസ് ബുക്കായി മാറുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ രജിസ്റ്റർ ഇവിടെ തീർച്ചയായിട്ടും പാർപ്പിട രംഗത്തും ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വയനാട് ജില്ലയിലെ വൈത്തിരി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ വിജേഷ്.